നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി രാജ്യത്തെ വിഭജിക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നതെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഒഴൂരിലെ ഹൃദയങ്ങൾ കീഴടക്കി വി അബ്ദുറഹ്മാന്റെ പര്യടനം. UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ജനകീയ മുന്നേറ്റമായി മാറുന്നു. മോര്യാക്കാവ് പദ്ധതി കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടി നവീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്റർ. മകനായും കൂട്ടുകാരനായും എല്ലാവർക്കുമൊപ്പം 10 വർഷം താനുണ്ടായിരുന്നുവെന്ന് KT ജലീൽ. പ്രവർത്തകരിൽ ആവേശം ഇരട്ടിയാക്കി ഫിറോസ് കുന്നംപറമ്പിൽ. തവനൂർ പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി. സംസ്ഥാനത്തെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംരംഭമായ കേരള വിഷൻ ലാൻഡ് ഫോൺ സർവീസ് ആരംഭിക്കുന്നു. കേരള വിഷന്റെ ബ്രോഡ്ബാൻഡിനോടൊപ്പമാണ് കേരള വിഷൻ വോയിസ് എന്ന പേരിൽ സ്മാർട്ട് ടെലിഫോണി സർവീസ് ആരംഭിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി രാജ്യത്തെ വിഭജിക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നതെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. LDF തിരൂർ മണ്ഡലം സ്ഥാനാർത്ഥി ഗഫൂർ പില്ലിലിസിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. CPMന്റെ ജനറൽ സെക്രട്ടറി രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടാക്കി തിരിച്ച ഹിന്ദുരാഷ്ട്ര രൂപീകരണത്തിനാണ് മോദി സർക്കാരിന്റെ നീക്കം. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ ഹിന്ദുത്വ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നു. ആരെ വിവാഹം കഴിക്കണമെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത വിധത്തിൽ ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ് വിവാഹ നിയമനിർമ്മാണം നടത്തുകയാണ് മധ്യപ്രദേശ് അടക്കമുള്ള സർക്കാരെന്നും BJP സർക്കാരിന്റെ ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിരോധമുയർത്തുകയാണ് കേരള സർക്കാരെന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കാനാണ് മോദി സർക്കാരിന്റെ നീക്കമെന്നും ഇത് ജനങ്ങളെ മുന്നിൽ നിർത്തി പ്രതിരോധിക്കുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. We always call India as hum. Hum means we. Hamara Bharat Mahan, they say. That's the slogan that goes hum. What does this hum mean? According to the Indian Constitution, the hum is made of her and ma. And her and ma is her from the Hindu and ma from the Muslims. Only when both of them join, hum becomes hum, India becomes India, and India can remain. The moment you try to separate these two, India will divide itself and destroy itself. That is exactly what they are aiming to do in order to consolidate their Hindu Rashtra, destroy the secular democratic Republic of India. This is the entire game plan of how these laws are being brought, which are against Indian Constitution and unity and integrity of Indian people. The State Assembly has disapproved the CAA and said that they are against it. It is the Assembly of the state of Kerala. No other state has been so categorical in opposition to the CAA as the Kerala State Assembly has been. That is why we tell all the other parties who claim to be secular, they say that they are secular parties fighting the BJP. Then we tell the Congress, what are your state governments doing? Like Kerala Assembly, why is your state governments not passed these laws against the CAA? But there is no answer for that. That is coming. That clearly shows you which is the force that is firmly against the entire communal agenda and the communal polarization that these people are trying to do. And it is this force that has to be strengthened. And that is the LDF in Kerala. That is why I am appealing to all of you to re-elect the LDF in Kerala in this forthcoming assembly election. തിരുപ്പാൻബസാറിലെ റിംഗ് റോഡ് പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി അധ്യക്ഷനായിരുന്നു. മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P. കുഞ്ഞുമൂസ ചുവന്ന പൊന്നാട അണിയിച്ചു. CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, യൂത്ത് ലീഗ് മുൻ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് അംഗം യൂസഫ് പടനിലം, ഗായകൻ ഫിറോസ് ബാബു, LDF നേതാക്കളായ വേലായുധൻ വള്ളിക്കുന്ന്, VP സക്കറിയ, കുഞ്ഞു മീനടത്തൂർ, പിമ്പറത്ത് ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, രാജ് A. ചാക്കോ, KP അബ്ദുറഹ്മാൻ അജി, KP അലവി, അഡ്വക്കേറ്റ് ഹംസ, മമ്മുക്കുട്ടി, കാസിം ബാവ, V. നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒഴൂരിലെ ഹൃദയങ്ങൾ കീഴടക്കി വി അബ്ദുറഹ്മാന്റെ പര്യടനം. ഒഴൂരിൽ വികസന വിപ്ലവം തീർത്ത ജനകീയ MLAക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് വോട്ടർമാർ ഒരുക്കിയത്. താനൂർ
നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ ഒഴൂർ പഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത്. ഒഴൂരിന്റെ കുടിവെള്ളക്ഷാമം തീർക്കാനായി ജലനിധി പദ്ധതി പൂർത്തീകരിച്ചതും ഒഴൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചതും വിദ്യാപുരോഗതിക്കായി താനൂർ ഗവൺമെന്റ് കോളേജ്, കരിങ്കപ്പാറ ഗവൺമെന്റ് UP സ്കൂൾ ഹൈടെക്കാക്കി ഉയർത്തി തുടങ്ങിയ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളാണ് നാട്ടുകാരോട് വിവരിച്ചത്. സമഗ്ര വികസനങ്ങൾക്ക് വേണ്ടി, മാറ്റത്തിന് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെന്റ് താനൂരിൽ അനുമതി നൽകിയിട്ടുണ്ട്. അതിന്റെ പല പ്രവർത്തികളും പൂർത്തീകരിച്ചു വരികയാണ്. ശുദ്ധജല വിതരണ പദ്ധതി അടുത്ത 8 മാസത്തിനകം കമ്മീഷൻ ചെയ്യാൻ പോവുക. അങ്ങനെ നിരവധിയായ ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങൾ ചെയ്ത ഈ സർക്കാർ തിരിച്ച് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഞാൻ കപ്പും സ്വസ്വരമാണ് അടയാളം. ആ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ജനകീയ വികസനം യാഥാർത്ഥ്യമാക്കിയ പ്രിയ MLA വോട്ടർമാർ കപ്പും സോസറും നൽകിയാണ് സ്വീകരിച്ചത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന വൻ ജനാവലിയാണ് സ്ഥാനാർത്ഥിയെയും കാത്ത് ഓരോ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയത്. രാകേഷ് നഗറിൽ നിന്ന് ആരംഭിച്ച പര്യടനം ഓണക്കാട്, അപ്പാട, വെള്ളാലപ്പീടിക, കുറുവട്ടിശ്ശേരി, ഉഴൂർ, ഇല്ലത്തപ്പടി, അയ്യപ്പനിടവഴി, തലക്കെട്ടൂർ, ചുരങ്ങര, മേൽമുറി, പെരിഞ്ചേരി, പറപ്പാറപ്പുറം, നെച്ചിരിക്കാട്, പാറപ്പുറം, നാൽക്കാവല, മണലിപ്പുഴ, വരിക്കോട്ടുതറ, പുൽപ്പറമ്പ്, KP സ്റ്റോർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വെള്ളച്ചാലിൽ സമാപിച്ചു. CPM ഏരിയ സെക്രട്ടറി KT ശശി, M അലികുമാർ, ഇല്യാസ് വെട്ടം, N ആദിൽ, O സുരേഷ് ബാബു, ബാലകൃഷ്ണൻ ചുള്ളിയത്ത്, KV സിദ്ദിഖ്, നാദിർഷ കടായിക്കൽ, മേപ്പുറത്ത് ഹംസു, P സിറാജ്, അഡ്വക്കേറ്റ് രാജേഷ് കുതുകാട്, ഇല്യാസ് കുണ്ടൂർ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ബുധനാഴ്ച പൊന്മുണ്ടം പഞ്ചായത്തിൽ പര്യടനം നടത്തും. താനൂർ നിയോജക മണ്ഡല UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വൻ ജനകീയ മുന്നേറ്റമായി മാറുന്നു. ഉണ്ണിയാലിൽ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ സ്വീകരിച്ചത്. വാഹനത്തിന് തൊട്ട് പിന്നാലെ സമരനായകൻ കടന്നു വരികയാണ്. താനൂരിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളി. താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വൻ ജനകീയ മുന്നേറ്റമായി മാറുന്നു. അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ പോർമുഖങ്ങളിൽ മുട്ടുമടക്കാത്ത നിലപാടുകളുമായി വാഹനത്തിന് തൊട്ടു പിന്നാലെ നൈതിക രാഷ്ട്രീയത്തിന്റെ തീക്ഷ്ണമായ പരീക്ഷണശാലയിൽ നിന്ന് രാജ്യത്തിലേക്ക് ഊതിക്കാഴ്ചയെടുത്ത വജ്രായുധം PK ഫിറോസ്. ഉണ്ണിയാലിൽ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ സ്വീകരിച്ചത്. പോലും സമ്മതിക്കേണ്ടി വരുന്ന സമർപ്പിത യൗവനം PK ഫിറോസ്. നെടുങ്കൽ പഞ്ചായത്തിലെ പുതിയ കടപ്പുറത്തുനിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. പരമാവധി ഓരോ വോട്ടറെയും നേരിട്ട് കാണാൻ സ്ഥാനാർത്ഥി സമയം കണ്ടെത്തി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ കാണാൻ തടിച്ചുകൂടിയത്. ഉമ്മമാർ സ്നേഹപൂർവ്വമാണ് ഫിറോസിനെ സ്വീകരിക്കുന്നത്. പുതിയ കടപ്പുറത്ത് ആവേശത്തോടെയായിരുന്നു വോട്ടർമാർ എത്തിയത്. രക്തസാക്ഷി റസാഖിന്റെ ഓർമ്മകൾ തുടിക്കുന്ന ഉണ്ണിയാലിൽ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ കാത്തിരുന്നത്. അങ്ങാടിയിൽ വോട്ടഭ്യർത്ഥിച്ചു, പ്രധാന വ്യക്തികളെ നേരിട്ട് കണ്ടു, ആലഞ്ചുവടിലും സന്ദർശിച്ചു, കുടുംബ സംഗമത്തിലും 7ാം വാർഡ് UDF കൺവെൻഷനിലും പങ്കെടുത്തു. ഇടത് വലത് മുന്നണികൾ അവഗണിച്ച മൂര്യാക്കാപ്പ് പദ്ധതി കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടി നവീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്റർ പറഞ്ഞു. സ്ഥാനാർത്ഥിക്ക് ഒഴൂരിൽ സ്വീകരണം നൽകി. കൊടുങ്കാറ്റായി ജ്വലിച്ചുയരാൻ ഈ നാടിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇടത് വലത് മുന്നണികൾ അവഗണിച്ച മൂര്യാക്കാപ്പ് പദ്ധതി കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടി നവീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്റർ പറഞ്ഞു. പ്രദേശത്തെ കർഷകർക്കാണ് NDA താനൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്റർ ഉറപ്പ് നൽകിയത്. പ്രദേശത്തെ കർഷകരുമായി സംസാരിച്ചു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിയേഷ് കാർക്കോളി, രവീന്ദ്രൻ കുന്നത്ത്, സുകുമാരൻ എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഒഴൂർ പഞ്ചായത്തിൽ BJP റാലി സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥി നാരായണ മാസ്റ്റർ, T ദേവദാസ്, TK മണി, PP ചന്ദ്രൻ, PP ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. കുടിവെള്ളമില്ലാ പ്രശ്നവും റോഡുകളുടെ ശോചനീയാവസ്ഥയും ഗഫൂർ P ലിലീസിന് മുന്നിൽ പരാതികൾ വിവരിച്ച് വളവന്നൂരുകാർ. നിങ്ങളിൽ ഒരാളായി കൂടെയുണ്ടാകുമെന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രശ്നപരിഹാരം കാണുമെന്നും സ്ഥാനാർത്ഥി. തങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നങ്ങളാണ് LDF സ്ഥാനാർത്ഥി ഗഫൂർ P ലിലീസിന് മുന്നിൽ വളവന്നൂരുകാർ വിവരിച്ചത്.
ഗഫൂർ പി ലീസിന്റെ വാഹന പ്രചരണ യാത്രയ്ക്കിടെ സ്വീകരണ ചടങ്ങിൽ വെച്ചാണ് നാട്ടുകാർ തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ കെട്ടഴിച്ചത്. കുടിവെള്ള പ്രശ്നത്തോടൊപ്പം തന്നെ വളവന്നൂർ പഞ്ചായത്തിൽ തുവക്കാട്, പോത്തന്നൂർ, ചുങ്കത്തപ്പാല, വലിയ പറമ്പ്, ചെനക്കൽ, അമ്പലപ്പാറ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചും നാട്ടുകാർ പരാതിപ്പെട്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങളിൽ ഒരാളായി കൂടെ ഉണ്ടാകുമെന്നും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രശ്നം പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാക്കുമെന്നും ഗഫൂർ പി ലീസ് നാട്ടുകാരോട് പറഞ്ഞു. ഇപ്പോൾ വെള്ളമില്ലാത്ത പ്രദേശങ്ങളായി വളവന്നൂർ പഞ്ചായത്തിലുള്ളത് ഇവിടെ വെള്ളമില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനപ്രതിനിധി, ഒരു MLA ഇവിടെ വന്നുകൊണ്ട് സംസാരിച്ചു വെള്ളം എത്തിക്കുമെന്ന്. 10 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത ആളുകൾ MLA മാത്രമല്ല, MLAയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ അതിന്റെ ഉത്തരവാദികളാണ്. ഈ വികസന വിരോധികളെ മാറ്റി നിർത്തണം. 10 വർഷം തിരൂരിൽ ഒരു വികസനം ഉണ്ടായിട്ടില്ല. തിരൂരില് 3 മേൽപ്പാലങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്കറിയാം, 9 വർഷങ്ങൾക്ക് മുമ്പ് പണി ആരംഭിച്ച മേൽപ്പാലം ഇന്നും പൂർത്തിയായിട്ടില്ല. വളവന്നൂർ പഞ്ചായത്തിൽ വാഹന പ്രചരണ യാത്രയിലായിരുന്നു സ്ഥാനാർത്ഥി. രാവിലെ 9-ന് വാരണാക്കലിൽ നിന്നും ആരംഭിച്ച ഉച്ചയ്ക്ക് 1-ഓടെ പാറക്കലിൽ സമാപിച്ചു. വളവന്നൂർ ലോക്കൽ സെക്രട്ടറി PC കബീർ ബാബു, വി പ്രേംകുമാർ, ജലീൽ കുന്നത്ത്, സുരേന്ദ്രൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആദവനാട്, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിൽ കുർക്കോളി മൊയ്തീൻ പര്യടനം നടത്തി. ആദവനാട് പഞ്ചായത്തിലെ 2ാം ദിന പര്യടനം ആവേശമായി. തിരൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കുർക്കോളി മൊയ്തീൻ ആദവനാട്, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ആദവനാട് പഞ്ചായത്തിലെ 2ാം ദിന പര്യടനം ആവേശമായി. രാവിലെ 9 മണിക്ക് മണ്ണേക്കരയിൽ നിന്നും തുടങ്ങിയ പര്യടനം മാട്ടുമൽ, കോടശ്ശേരിപ്പാറ, ചകിരിപ്പാറ, പൂളമംഗലം, ചുങ്കം, മൂന്നാടി, പള്ളിപ്പാറ കഴിഞ്ഞ് CPA കോളേജിൽ സമാപിച്ചു. CPA കോളേജിലെത്തിയ കുർക്കോളിയെ UDSFന്റെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഹുസൈൻ നടത്താണി, മാനേജർ ഉബൈദ്, കോളേജ് യൂണിറ്റ് MSF പ്രസിഡന്റ് നിസാമുദ്ദീൻ, സെക്രട്ടറി നൌഫൽ, ട്രഷറർ കമറുദ്ദീൻ തുടങ്ങി വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളുടെ കീഴിൽ വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ പര്യടനം മാമ്പറയിൽ നിന്നാണ് ആരംഭിച്ചത്. പര്യടനത്തിന് മയ്യേരി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, കോട്ടൽ അബ്ദുൽ കരീം, തൈക്കാടൻ അബ്ദു, PT അബു, MK മരക്കാർ, PT ഹബീബ്, KP വഹീദ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF വനിതാ ലീഗ് ഭാരവാഹികൾ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മകനായും കൂട്ടുകാരനായും എല്ലാവർക്കുമൊപ്പം 10 വർഷം താനുണ്ടായിരുന്നെന്ന് KT ജലീൽ. ആവേശം അലതല്ലി KT ജലീലിന്റെ എടപ്പാൾ പഞ്ചായത്തിലെ പര്യടനം. എലിയാത്തുറയിൽ നിന്ന് ആരംഭിച്ച പര്യടനം കോലാളമ്പിലാണ് അവസാനിച്ചത്. മന്ത്രിമാർ പാവപ്പെട്ടവരുടെ വീട്ടുമുറ്റത്ത് എന്നു മുതലാണ് വന്നു തുടങ്ങിയതെന്ന് വോട്ടർമാർക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് KT ജലീൽ തന്റെ പ്രസംഗം ആരംഭിച്ചത്. താൻ എല്ലാവരുടെയും സ്നേഹിതനായും മകനായും 10 വർഷക്കാലം കൂടെയുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും താൻ കൂടെയുണ്ടാകുമെന്നും KT ജലീൽ പറഞ്ഞു. ആവേശം ഇരട്ടിയാക്കി KT ജലീൽ എടപ്പാൾ പഞ്ചായത്തിലെ പര്യടനം പൂർത്തിയാക്കി. രാവിലെ എലിയത്തുറയിൽ നിന്നും ആരംഭിച്ച പര്യടനം മാനത്തുപറമ്പ്, തട്ടാൻപടി, പൊന്നഴിക്കര, ഉദിനിക്കര എന്നിവിടങ്ങളിലായിരുന്നു ഉച്ചവരെ സ്വീകരണം. ഓരോ കുടുംബയോഗങ്ങളിലും നിരവധി പേരാണ് പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം കോലക്കോട്, വെങ്ങിനിക്കര, തലമുണ്ട, ലക്ഷം വീട്, കോട്ടമുക്ക്, കോലളമ്പ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നത്. LDF നേതാക്കളായ PP മോഹൻദാസ്, K പ്രഭാകരൻ, P ബാലകൃഷ്ണൻ, K വിജയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചിരുന്നു. പ്രവർത്തകരിൽ ആവേശം ഇരട്ടിയാക്കി ഫിറോസ് കുന്നംപറമ്പിൽ തവനൂർ പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി. DCC പ്രസിഡന്റ് ആര്യടൻ ഷൗക്കത്താണ് പര്യടനം ഉദ്ഘാടനം ചെയ്തത്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയം ആർക്കെന്ന് തവനൂരിലെ വോട്ടർമാർ തീരുമാനിച്ചതായി ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. തവനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിലിന്റെ തവനൂർ പഞ്ചായത്തിലെ പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. സ്ഥാനാർത്ഥിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ മര്യാദയല്ലെന്നും ഷൗക്കത്ത് പറഞ്ഞു. പ്രവർത്തകർക്ക് ആവശ്യമായാണ് തവനൂർ പഞ്ചായത്തിൽ പര്യടനം ആരംഭിച്ചത്. രാവിലെ അതളൂർ ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. പര്യടനത്തിനുടനീളം രോഗികളും വീടില്ലാത്തവരും ചികിത്സക്ക് വഴിയില്ലാത്തവരുമടക്കം സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ പ്രയാസങ്ങൾ നിരത്തി. ഒട്ടേറെ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു. നിരവധി ബൈക്കുകളിൽ പ്രവർത്തകർ തുറന്ന വാഹനത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തെ അനുഗമിച്ചു. തവനൂർ അങ്ങാടിയിൽ ആദ്യ ദിനത്തെ പര്യടനം സമാപിച്ചു. വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ നേതാക്കളായ ഇബ്രാഹിം മുതൂർ, AP സദാനന്ദൻ, ലത്തീഫ് അയങ്കലം, K രാമകൃഷ്ണൻ, പത്തിൽ അഷ്റഫ്, അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, അഷ്റഫ് മാണൂർ തുടങ്ങിയവർ സംസാരിച്ചു.
നാടും നഗരവും കീഴടക്കി KPM മജീദിന്റെ പ്രചാരണം കൊഴുക്കുന്നു. തുടക്കത്തിലെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറ്റിവെച്ച കൂടുതൽ ആവേശത്തോടെയാണ് പ്രവർത്തകർ പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. തിരൂരങ്ങാടി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KPM മജീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. വെന്നിയൂർ പരപ്പൻ സ്ക്വയറിൽ നടന്ന ബൂത്ത് തല ചെയർമാൻ കൺവീനർ കോർഡിനേറ്റർമാരുടെ കൺവെൻഷനോടെയാണ് മജീദിന്റെ പ്രചാരണ പരിപാടിക്ക് തുടക്കമായത്. PK അബ്ദുറബ്ബ MLA ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ശേഷം പരപ്പനങ്ങാടി കോടതിയിലെ ബാർ അസോസിയേഷൻ ഓഫീസിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. താൻ തെരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞാൽ പരപ്പനങ്ങാടിയിൽ കോടതി സമുച്ചയ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മജീദ് ഉറപ്പു നൽകി. തുടർന്ന് തിരൂരങ്ങാടി യത്തീംഖാനയിലെ അന്തേവാസികളെ സന്ദർശിക്കാനും സ്ഥാനാർത്ഥിക്ക് സമയം കണ്ടെത്തി. സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥിയെ വലിയ ആവേശത്തോടെയാണ് കുരുന്ന് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. മുഴുവൻ ജീവനക്കാരോടും വോട്ടഭ്യർത്ഥിച്ച KPM മജീദ് അരമണിക്കൂറിന് ശേഷമാണ് യത്തീംഖാനയിൽ നിന്നും ഇറങ്ങിയത്. ശേഷം വിവാഹ ചടങ്ങുകളിലും ഗൃഹങ്ങളിലും സന്ദർശനം നടത്തിയാണ് ഉച്ചയ്ക്ക് മുമ്പുള്ള പ്രചാരണം പൂർത്തിയാക്കിയത്. ശേഷം പെരുമണ്ണയിൽ ഗൃഹസന്ദർശനം പൂർത്തിയാക്കി. ശേഷം കൊടിഞ്ഞി ഫുട്ബോൾ ലീഗ് ഫൈനലിലും വിവിധയിടങ്ങളിലെ UDF കൺവെൻഷനുകളിലും പങ്കെടുത്തു. വിവിധ പരിപാടികൾ KPA തങ്ങൾ, അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, MK ബാവ, K കുഞ്ഞിമരക്കാർ, PSH തങ്ങൾ, CH മഹ്സൂദ് ആജി, ഹനീഫ പുത്തുപറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്തെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംരംഭമായ കേരള വിഷൻ ലാൻഡ് ഫോൺ സർവീസ് ആരംഭിക്കുന്നു. കേരള വിഷന്റെ ബ്രോഡ്ബാൻഡിനോടൊപ്പമാണ് കേരള വിഷൻ വോയിസ് എന്ന പേരിൽ സ്മാർട്ട് ടെലിഫോണി സർവീസ് ആരംഭിക്കുന്നത്. ഫിക്സഡ് ഫോണിൻ്റെയും പ്രൗഢിയും മൊബൈൽ ഫോണിൻ്റെ ഫീച്ചറുകളുമുള്ള ഈ സേവനം വീടിനുള്ളിലെ മൊബൈൽ റേഞ്ച് ഇല്ലായ്മയ്ക്ക് ശാശ്വത പരിഹാരമായിരിക്കും. കേരള വിഷൻ വോയിസിന്റെ ഉദ്ഘാടനം മാർച്ച് 25-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കും. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, BSNL ചീഫ് മാനേജർ CV വിനോദ് ITS എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിക്കും. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംരംഭമായ കേരള വിഷൻ ലാൻഡ് ഫോൺ സർവീസ് കൂടി ആരംഭിക്കുകയാണ്. നാളെ അതിൻ്റെ ലോഞ്ചിങ് തിരുവനന്തപുരത്ത് മസ്കത്ത് ഹോട്ടലിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സജി ഗോപിനാഥ് നിർവഹിക്കും. കേബിൾ TV രംഗത്ത് കഴിഞ്ഞ 10-30 വർഷമായി പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാർ ഇൻ്റർനെറ്റ് രംഗത്തേക്ക് കഴിഞ്ഞ 6-7 വർഷമായിട്ടുണ്ട്. ഇന്ന് എല്ലാവിധ സംവിധാനങ്ങളും ഉപഭോക്താക്കൾക്ക് ചുരുങ്ങിയ നിരക്കിൽ കൊടുക്കുക എന്നുള്ളതാണ് കേരള വിഷൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലാൻഡ് ടെലിഫോണി കൂടി ആരംഭിക്കുന്നത്. ലാൻഡ് ഫോൺ ഉപയോഗിച്ചും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും പ്രത്യേകിച്ച് വീട്ടിൻ്റെ അകത്ത് റേഞ്ച് കിട്ടാത്ത ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം കൂടിയാകും ഈ ലാൻഡ് ടെലിഫോണി ആരംഭിക്കുന്നതോടുകൂടി. ചടങ്ങിൽ സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. COA സംസ്ഥാന പ്രസിഡന്റ് M അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2017-ലാണ് ടെലികോം കമ്പനികൾക്ക് കീഴിൽ വെർച്വൽ നെറ്റ്വർക്ക് ചെയ്യുന്നതിനുള്ള ലൈസൻസ് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതിനുള്ള VNO ആക്സസ് ലൈസൻസ് കഴിഞ്ഞ വർഷം കേരള വിഷന് ലഭിച്ചു. ലാൻഡ് ഫോൺ സർവീസിന് ആവശ്യമായ സാങ്കേതിക പിന്തുണയ്ക്കുള്ള NSO ആയി ഇപ്പോൾ BSNLന്റെ സേവനമാണ് സ്വീകരിക്കുന്നത്. വോയിസ് സർവീസ് കൂടി ആരംഭിച്ചതോടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ നിന്നും IPTV, ഡാറ്റ വോയിസ് എന്നിവ നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ട്രിപ്പിൾ പ്ലേ സർവീസ് പ്രൊവൈഡർ ആയിരിക്കുകയാണ് കേരള വിഷൻ. മാത്രമല്ല കേരള വിഷൻ ട്രിപ്പിൾ പ്ലേ സർവീസ് ഇതോടുകൂടി ആരംഭിക്കുകയാണ്. IPTV, ടെലഫോണി, ഇൻ്റർനെറ്റ്, കേബിള് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഒരു പക്ഷേ ഇന്ത്യക്കകത്ത് വൻകിട കോർപ്പറേറ്റുകൾ മാത്രം കൈയൊതുക്കിയിട്ടുള്ള ഈ സംവിധാനം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ചുരുങ്ങിയ നിരക്കിലെത്തിക്കാൻ ഇതോടുകൂടി കേരള വിഷന് കഴിയും. തീർച്ചയായിട്ടും ഈ വൻകിട കോർപ്പറേറ്റുകൾക്ക് എതിരായ ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ് കേരള വിഷൻ ഈ പ്രവർത്തനത്തിലൂടെ നടത്താൻ പോകുന്നത്. കേരളത്തിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന വിവിധ കേരള വിഷൻ സംരംഭങ്ങൾക്ക് കീഴിലായി ഇപ്പോൾ 31 ലക്ഷം ഉപഭോക്താക്കളുണ്ട്. 5000-ൽ പരം കേബിൾ TV ഓപ്പറേറ്റർമാരും ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാന വ്യാപകമായ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലയുമാണ് കേരള വിഷന്റെ കരുത്ത്. കേരള വിഷന്റെ പ്രവർത്തന രംഗം കൂടുതൽ വിപുലീകരിക്കാൻ വോയിസ് ഏറെ പ്രയോജനപ്പെടും. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണ് കേരള വിഷൻ. ഈ ടെലിഫോണിയോട് വരുന്നതോടുകൂടി ട്രിപ്പിൾ പ്ലേ സർവീസുള്ള ആദ്യത്തെ സംരംഭമാണ് കേരള വിഷൻ. തീർച്ചയായിട്ടും സാധാരണക്കാരനക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ ടെലിഫോൺ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് ഉൾപ്പെടെ IPTV ഉൾപ്പെടെ എല്ലാ സർവീസും അവരിലേക്ക് എത്താൻ ഇതോടുകൂടി കഴിയും. വാർത്താസമ്മേളനത്തിൽ KCCL മാനേജിംഗ് ഡയറക്ടർ P സുരേഷ് കുമാർ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ K ഗോവിന്ദൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ K വിജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ പഞ്ചായത്ത്
പഞ്ചാരമൂല ബാലത്തിൽ ബാലൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനത്തിന്റെയും CH സെന്ററിന്റെയും ഉദ്ഘാടനം താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസ് നിർവഹിച്ചു. ലഹരി മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ നേതാവാണ് എന്ന് നിറമുതിർ പഞ്ചാരമൂല ബാലത്തിൽ ബാലൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പഞ്ചാരമൂലയിൽ ആരംഭിച്ച CH സെന്ററിന്റെയും ബാലൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസ് നിർവഹിച്ചു. അടുത്ത 5 വർഷം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പലരും പറയുന്നുണ്ട് ഞാൻ കോഴിക്കോട്ട് നിന്ന് വന്ന ആളാണ്, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, കിട്ടില്ല എന്ന്. ബഹുമാന്യനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഞാൻ ഈ നാട്ടിലേക്ക് വന്നതാണ്. നിങ്ങളൊരു അന്യനാട്ടുകാരനായി എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോൾ 1000കണക്കിന് ആളുകൾ എന്നെ സ്വീകരിച്ചു. അന്ന് രാത്രി ഞാനിങ്ങനെ വിചാരിച്ചു എവിടെയാണ് താമസിക്കാമെന്ന്. ഒരു കുടുംബം അവരെ വീട് ഒഴിഞ്ഞു തന്നു ഓലപ്പുഴയിൽ. നിങ്ങളിവിടെ താമസിച്ചോളൂ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം, ഞങ്ങളിവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറയാൻ അവർ വീട് ഒഴിഞ്ഞു പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വേറൊരു സഹപ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു, പൊന്മുണ്ടത്തൊരു വീട് ശരിയാക്കി, നിങ്ങൾ അവിടേക്ക് താമസം മാറണം. അപ്പോൾ UDFൻ്റെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞു, പൊന്മുണ്ടാണ് കുറച്ചുകൂടി എല്ലാ മണ്ഡലത്തിലേക്കും പോകാൻ സൗകര്യമുള്ളത്, അത് ഈ മണ്ഡലത്തിൻ്റെ സെൻറ്ററാണ്, നിങ്ങൾ പൊന്മുണ്ടത്ത് വൈലത്തൂർ താമസിച്ചോളി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാഗൊക്കെ തയ്യാറാക്കിയിട്ട് അവിടേക്ക് പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ ആദ്യം താമസിച്ച വീട്ടുകാരെ പറഞ്ഞു, വിടുന്ന പ്രശ്നമില്ല, ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഹൃദയത്തിലാണ് എനിക്ക് സ്ഥാനം നൽകിയത്. P. ഇഫ്തിഖാറുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. VKM ഷാഫി, ഷറഫുദ്ദീൻ കണ്ണോത്ത്, PA റഷീദ, YP ലത്തീഫ്, ഇസ്മായിൽ വത്തമ്പാട, സജിമോൾ, അസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഉസ്മാ മാസ്റ്റർ സ്വാഗതവും ഷാഫി കുഞ്ഞാലകത്ത് നന്ദിയും പറഞ്ഞു. ഇരു മുന്നണികളുടെയും ഫാസിസ്റ്റ് വിരോധം കാപഢ്യമെന്ന് SDPI സംസ്ഥാന സമിതി അംഗം ഉസ്മാൻ പെരുമ്പിലാവും. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിരൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലതുപക്ഷവും ഇടതുപക്ഷവും നടത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ വായ്ത്താരികൾ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച പ്രചരണം മാത്രമാണെന്ന് SDPI സംസ്ഥാന സമിതി അംഗം ഉസ്മാൻ പെരുമ്പിലാവ് പറഞ്ഞു. തിരൂരിൽ SDPI സ്ഥാനാർത്ഥി അഷ്റഫ് പുത്തനത്താണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ മനസ്സുകളിൽ വർഗീയതയുടെ വിഷവിത്തുകൾ പാകുമ്പോൾ അത് അപകടകരമാണ് എന്ന് നമ്മൾ തീരുമാനിച്ചതും അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളതും അതിനെതിരെ നിലപാടെടുത്തിട്ടുള്ളതും പതിറ്റാണ്ടുകളിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത സൗഹൃദ ബോധത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ഈ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെയാണ് അതിവിഷലിപ്തമായ പ്രചരണങ്ങൾ കൊണ്ട് തകർക്കാൻ RSSകാർ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ 2 മതനിരപേക്ഷ കക്ഷികൾ എന്ന് പറയുന്ന മതേതര കക്ഷികൾ മുന്നണികൾ എന്ന് പറയുന്ന UDFും LDFും രംഗത്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇരു മുന്നണികളും ഫാസിസ്റ്റ് വിരോധം പ്രസംഗിക്കുകയും BJP പേടി ഉയർത്തിപ്പിടിച്ച് സാധാരണക്കാരനെ ആശങ്കപ്പെടുത്തി വോട്ട് വാങ്ങുമ്പോൾ തന്നെ ഇവർ BJPയുമായി വോട്ട് കച്ചവടം നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ PA ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KPO റഹ്മത്തുള്ള, CP മുഹമ്മദ് അലി, നജീബ് തിരൂർ, ഇബ്രാഹിം പുത്തുതോട്ടിൽ, സ്ഥാനാർത്ഥി അഷറഫ് പുത്തനത്താണി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി തിരൂർ പാൻ ബസാറിൽ നിന്നും തുടങ്ങിയ പ്രകടനം റിംഗ് റോഡിൽ സമാപിച്ചു. പ്രകടനത്തിന് P. ഷാഫി തിരൂർ, ജുബൈർ കല്ലൻ, T. നിസാർ അഹമ്മദ്, നജീബ് തിരൂർ, CP മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മദ്യനയം അട്ടിമറിച്ച ഇടത് സർക്കാരിനെതിരെ എന്ന പ്രമേയത്തിൽ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ കുറ്റവിചാരണാ സദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂരിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM.S. സലാം ഉദ്ഘാടനം ചെയ്തു. മദ്യനയം അട്ടിമറിച്ച ഇടത് സർക്കാരിനെതിരെ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന കുറ്റവിചാരണാ സദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM.S. സലാം നിർവഹിച്ചു. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പെർമിറ്റ് കൊടുത്താൽ മാത്രമേ ആ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഈ മദ്യശാലകൾ തുടങ്ങാൻ പാടുണ്ടായിരുന്നു. എന്നാൽ LDF അധികാരത്തിൽ വന്നപ്പോൾ ആ അധികാരം എടുത്തു കളഞ്ഞു. മറ്റു പല മേഖലകളിൽ വന്ന പോലെ അതിലേക്ക് ഞാൻ കടക്കുന്നത്, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റു പല മേഖലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം എടുത്തു കളഞ്ഞ പോലെ ഭവന നിർമ്മിച്ച് സഹായിക്കുന്ന പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി എടുത്തു കളഞ്ഞ പോലെ തന്നെ മദ്യഷാപ്പുകൾ തുടങ്ങാൻ പെർമിറ്റ് കൊടുക്കാനുള്ള അധികാരം പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും എടുത്തു കളഞ്ഞു. അതുകൊണ്ട് 2 ഗുണമുണ്ട്.
ഒന്ന്, കേരളത്തിൽ എവിടെ വേണമെങ്കിലും സർക്കാരിന് മദ്യഷാപ്പ് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന്, മദ്യഷാപ്പ് തുടങ്ങാൻ വേണ്ടി കോടികളടങ്ങിയ സൂട്ട് കേസുമായി വരുന്ന ആളുകൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അത് കൊണ്ടുപോയി വെക്കാതെ നേരിട്ട് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PMK കാഞ്ഞൂർ അധ്യക്ഷനായിരുന്നു. OK കുഞ്ഞിക്കോമ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പരീത് കരേക്കാട്, ഷാജു തോപ്പിൽ, അഷ്റഫ് കൊടിയിൽ, അയ്യൂബ് ആലുക്കൽ, A മുഹമ്മദ് ബാവ, അബ്ദുൽ ലസീഫ് ഒതളൂർ, PKK തങ്ങൾ, ഹസൈനാർ വളാഞ്ചേരി, TPM മുഹസിൻ, കുന്നത്ത് അബ്ബാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കൽപ്പകഞ്ചേരിയിൽ 14-കാരിയെ കഞ്ചാവ് നൽകി പീഡിപ്പിച്ച കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. കേസിൽ ഒരാളെ കൂടി കഴിഞ്ഞ ദിവസം പിടികൂടി. കുറുക സ്വദേശി ഷൗക്കത്ത് അലിയെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ 9 പ്രതികളും പിടിയിലായി. 14 വയസ്സുകാരിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ ഒരാളെ കൂടി കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക സ്വദേശി വലിയ കണ്ടത്തിൽ ഷൗക്കത്ത് അലിയെയാണ് കൽപ്പകഞ്ചേരി CI MB റിയാസ് രാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 9 പ്രതിയുടെ അറസ്റ്റോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായതായി പോലീസ് അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം മറ്റു പ്രതികൾ നാട്ടിലെത്തിയെന്ന വിവരം അറിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചമരോട്ടം ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാനാധ്യാപിക MK ഹൗലത്ത് ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. തിരുപ്പങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP നൌഷാദ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ലൈല, സ്റ്റാഫ് സെക്രട്ടറി VV അനിത എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. LSS വിജയികൾക്കും ഓൺലൈൻ ശാസ്ത്രമേള സബ് ജില്ലാ വിജയികൾക്കുമുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ഹംസ വിതരണം ചെയ്തു. MK ഹൗലത്ത് ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. 18-ാം തീയതി ആണ് ഞാൻ PSC മുഖേന ഒരു ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി നോക്കുന്നത്. ആദ്യമായിട്ട് പടിഞ്ഞാറക്കരയിലാണ് എനിക്ക് ഫ്രഷ് അപ്പോയിൻമെൻറ്റ് വന്നത്. അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. U സാജിദ, K ബിന്ദു, K കബീർ, K ജയപ്രകാശ്, റസാഖ് തുമ്പിൽ, UM ഹമീദ്, പാട്ടത്തിൽ ഇബ്രാഹിം കുട്ടി, KV സൈദാലിക്കുട്ടി, TC ഗീതമോൾ, V ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായി യാസർ പൊട്ടച്ചോലയെ തെരഞ്ഞെടുത്തു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുമെന്നും കേരളത്തിൽ UDF സർക്കാർ തിരിച്ചുവരുമെന്നും യാസർ പൊട്ടച്ചോല മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുമെന്ന് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട യാസർ പൊട്ടച്ചോല മാധ്യമങ്ങളോട് പറഞ്ഞു. CPM-ന്റെ PRO വർക്കിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് സർവേയാണ് മാധ്യമങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. കേരളത്തിൽ UDF സർക്കാർ തിരിച്ചുവരും. സർവേ ഫലം CPM-ന്റെ PR വർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളിലും PR വർക്കിൽ വൻ ഭൂരിപക്ഷവും ഇതൊക്കെ കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ പ്രമുഖ ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ സർവേയിൽ പറഞ്ഞത് തിരൂര് 1.5% പറഞ്ഞത്. ഇത് ഞങ്ങൾ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ UDF-ന്റെ സ്ഥാനാർത്ഥി മമ്മൂട്ടി ഫസ്റ്റ് ടൈം ജയിച്ച് 23,000-ന്റെ മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ആദ്യത്തെ ഭൂരിപക്ഷത്തിൽ മുകളിലെത്തും. ഒക്കെ CPM-ന്റെ PR വർക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തവനൂരിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും യാസർ പറഞ്ഞു. ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ അവിടെ ഒരു വിഷയങ്ങളുമില്ല. പാർട്ടി സജീവമായി യൂത്ത് കോൺഗ്രസും UDF ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഫിറോസിനെ വിജയിപ്പിക്കും. പ്രതിഷേധമൊക്കെ അവസാനിച്ചിട്ടുണ്ട്. കയ്യിലെത്താന്നുള്ളതല്ല, പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി UDF മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ KT ജലീലിനെ വൻ ഭൂരിപക്ഷത്തോടെ തോൽപ്പിക്കുക എന്നുള്ളതാണ് UDF-ന്റെ. തിരൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, പൊന്നാനി പാർലമെന്റ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധന. 2456 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. 2146 പേർ സമ്പർക്ക രോഗികളാണ്. സംസ്ഥാനത്ത് 2456 പേർക്കാണ് ബുധനാഴ്ച COVID-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 333, തിരുവനന്തപുരം 300, കണ്ണൂർ 295, എറണാകുളം 245, തൃശൂർ 195, കോട്ടയം 191, മലപ്പുറം 173, കൊല്ലം 153, പത്തനംതിട്ട 117, കാസർഗോഡ് 103, പാലക്കാട് 101, ആലപ്പുഴ 94, ഇടുക്കി 86, വയനാട് 70 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂർ 56,740 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.33.
10 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 4527 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2146 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 187 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 18 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. 2060 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ 10,80,803 പേരാണ് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയത്. 24,268 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം മലപ്പുറം ജില്ലയിൽ 173 പേർക്കാണ് ബുധനാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 99 പേർ രോഗമുക്തരായതോടെ ജില്ലയിൽ 1,19,848 പേർ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ബുധനാഴ്ച 161 പേരാണ് രോഗബാധിതരായത്. 4 പേർ ഉറവിടമറിയാതെ രോഗം ബാധിച്ചവരാണ്. വിദേശ രാജ്യത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 7 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 1690 പേരാണ് രോഗബാധിതരായി ജില്ലയിൽ ഇനി ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് ബാധിച്ച് 603 പേരാണ് ഇതുവരെ ജില്ലയിൽ മരണപ്പെട്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി രാജ്യത്തെ വിഭജിക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നതെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഒഴൂരിലെ ഹൃദയങ്ങൾ കീഴടക്കി വി അബ്ദുറഹ്മാന്റെ പര്യടനം. UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ജനകീയ മുന്നേറ്റമായി മാറുന്നു. മോര്യാക്കാവ് പദ്ധതി കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടി നവീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്റർ. മകനായും കൂട്ടുകാരനായും എല്ലാവർക്കുമൊപ്പം 10 വർഷം താനുണ്ടായിരുന്നുവെന്ന് KT ജലീൽ. പ്രവർത്തകരിൽ ആവേശം ഇരട്ടിയാക്കി ഫിറോസ് കുന്നംപറമ്പിൽ. തവനൂർ പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി. സംസ്ഥാനത്തെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംരംഭമായ കേരള വിഷൻ ലാൻഡ് ഫോൺ സർവീസ് ആരംഭിക്കുന്നു. കേരള വിഷന്റെ ബ്രോഡ്ബാൻഡിനോടൊപ്പമാണ് കേരള വിഷൻ വോയിസ് എന്ന പേരിൽ സ്മാർട്ട് ടെലിഫോണി സർവീസ് ആരംഭിക്കുന്നത്. ഇതോടുകൂടി ഈ വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.